ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 8-ാം ദിവസം, ഉടമ്പടിയും പരിച്ഛേദനവും. ഇന്ന് നമ്മൾ വായിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം 16-17 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകം 5-6 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 1-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തോട് കാട്ടിയ അവിശ്വസ്തതയ്ക്കും അനുസരണക്കേടിനും വലിയ വില കൊടുക്കേണ്ടി വന്ന അബ്രാഹവുമായി കർത്താവ് ശാശ്വത ഉടമ്പടി സ്ഥാപിക്കുന്നതും ഉടമ്പടിയുടെ അടയാളമായി പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യണമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നതും ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. വിശ്വസ്തനായ ദൈവം നമ്മുടെ കുറവുകൾ പരിഹരിച്ചും തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം ഉളവാക്കിയും പ്രായശ്ചിത്തം ചെയ്യിച്ചും രക്ഷയുടെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നതും തിരുവചനം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം. ഹാഗാറും ഇസ്മായേലും. അബ്രാമിൻ്റെ ഭാര്യ സാറായി പ്രസവിച്ചിരുന്നില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഈജിപ്തുകാരിയായ ഒരു പരിചാരിക ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, ഇതാ പ്രസവിക്കുന്നതിൽ നിന്ന് കർത്താവ് എന്നെ തടഞ്ഞിരിക്കുന്നു. അങ്ങ് എൻ്റെ പരിചാരികയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവളിൽ നിന്ന് ഞാൻ പുത്രലബ്ധയാകും. അബ്രാം സാറായുടെ വാക്ക് ശ്രവിച്ചു. അബ്രാമിൻ്റെ കാനാൻ ദേശവാസം 10 വർഷം പിന്നിട്ടപ്പോൾ അബ്രാമിൻ്റെ ഭാര്യ സാറായി തൻ്റെ പരിചാരികയായ ഈജിപ്തുകാരി ഹാഗാറിനെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി നൽകി. അവൻ ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ തൻ്റെ യജമാനത്തി അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി തീർന്നു. അപ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതം നിങ്ങളുടെ മേലായിരിക്കട്ടെ. ഞാനാണ് എൻ്റെ പരിചാരികയെ നിങ്ങളുടെ മാറിലേക്ക് വിട്ടു തന്നത്. പക്ഷേ അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് ന്യായം വിധിക്കട്ടെ. അബ്രാം സാറായിയോട് പറഞ്ഞു, ഇതാ നിൻ്റെ പരിചാരിക നിൻ്റെ കയ്യിൽ തന്നെയാണ്. നിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് അവളോട് ചെയ്തു കൊള്ളുക. സാറായി അവളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവൾ അവളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ ഷൂറിലേക്കുള്ള വഴിയിലുള്ള ഉറവയുടെ അരികെ അവളെ കണ്ടെത്തി. അവൻ ചോദിച്ചു, സാറായിയുടെ പരിചാരികയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി നീ അവളുടെ കരങ്ങൾക്ക് കീഴെ എളിമപ്പെടുക. കർത്താവിൻ്റെ ദൂതൻ അവളോട് തുടർന്ന് പറഞ്ഞു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിൻ്റെ സന്തതിയെ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, ഇതാ നീ ഗർഭവതിയായിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും. ഇസ്മായേൽ എന്ന് നീ അവന് പേരിടണം. കാരണം കർത്താവ് നിൻ്റെ കഷ്ടത ശ്രവിച്ചിരിക്കുന്നു. കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ. അവൻ്റെ കൈ എല്ലാവർക്കുമെതിരെയും എല്ലാവരുടെയും കൈ അവനെതിരെയും ആയിരിക്കും. തൻ്റെ എല്ലാ സഹോദരങ്ങൾക്കുമെതിരായി അവൻ വാസമുറപ്പിക്കും. തന്നോട് സംസാരിച്ച കർത്താവിന് അവൾ അത്തായേൽ റോയ് എന്ന് പേരിട്ടു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ പിന്നീട് ഞാനും ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ കിണറിനെ ബേൽ ലഹായി റോയ് എന്ന് വിളിച്ചു. അത് കാദേശിനും ബേരദിനും ഇടയ്ക്കാണ്.
ഹാഗാർ അബ്രാമിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ പുത്രന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് വേണ്ടി ഇസ്മായേലിനെ പ്രസവിക്കുമ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. അധ്യായം 17. ഉടമ്പടിയും പരിച്ഛേദനവും. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, പൂർണ്ണനായിരിക്കുക. എൻ്റെ ഉടമ്പടി എനിക്കും നിനക്കുമിടയിൽ ഞാൻ സ്ഥാപിക്കും. ഞാൻ നിന്നെ അത്യധികം വർദ്ധിപ്പിക്കും. അപ്പോൾ അബ്രാം മുഖം മുട്ടയെ കുമ്പിട്ടു. ദൈവം അവനോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇതാ നിന്നോടുകൂടി ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നു. നീ ജനതതികളുടെ പിതാവായി തീരും. ഇനിമേൽ നിൻ്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, പ്രത്യുത നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ ജനതതികളുടെ പിതാവാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ അത്യധികം സന്താനപുഷ്ടിയുള്ളവനാക്കും. നിന്നെ ഞാൻ ജനതകളാക്കിയിരിക്കുന്നു. രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും. ഞാൻ നിനക്കും നിനക്ക് ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാനും നീയും തമ്മിലും നിനക്ക് ശേഷം നിൻ്റെ സന്തതിയും തമ്മിലും എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തിയിരിക്കുന്നു. അവരുടെ തലമുറകൾക്ക് ഇത് ശാശ്വത ഉടമ്പടിയായിരിക്കും. നിൻ്റെ പ്രവാസത്തിൻ്റെ ദേശം കാനാൻ ദേശം മുഴുവനും എന്നേക്കുമുള്ള അവകാശമായി നിനക്കും നിനക്ക് ശേഷം നിൻ്റെ സന്തതിക്കും ഞാൻ തരും. അവർക്ക് ഞാൻ ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നീയും നിനക്ക് ശേഷമുള്ള നിൻ്റെ സന്തതിയും അവരുടെ തലമുറകളും എൻ്റെ ഉടമ്പടി പാലിക്കണം. എനിക്ക് നിങ്ങളോടും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളോടും ഉള്ളതും നിങ്ങൾ പാലിക്കേണ്ടതുമായ എൻ്റെ ഉടമ്പടി ഇതാണ്. നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ അഗ്രചർമ്മം ഛേദിക്കണം. അത് ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. നിങ്ങളുടെ തലമുറകളിൽ 8 ദിവസം പ്രായമായ ഓരോ ആൺകുട്ടിയും അവൻ നിൻ്റെ വീട്ടിൽ പിറന്നവനോ നിൻ്റെ സന്താനത്തിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങപ്പെട്ട പരദേശിയോ ആകട്ടെ, പരിച്ഛേദനം ചെയ്യപ്പെടണം. നിൻ്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും നിശ്ചയമായും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിങ്ങളുടെ ശരീരത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും. അഗ്രചർമ്മം നീക്കം ചെയ്യപ്പെടാത്ത പുരുഷൻ അപരിച്ഛേദിതനാണ്. ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. എൻ്റെ ഉടമ്പടിയാണ് അവൻ ലംഘിച്ചിരിക്കുന്നത്. ഇസഹാക്ക്. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിൻ്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത്, മറിച്ച് അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് നിനക്ക് ഞാൻ ഒരു പുത്രനെ തരികയും ചെയ്യും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളായിത്തീരും. ജനങ്ങളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം മുഖം മുട്ടയെ കുമ്പിട്ടു. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു, 100 വയസ്സുകാരന് കുഞ്ഞ് ജനിക്കുമോ? 90 വയസ്സുകാരി സാറ പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. ദൈവം അരുൾ ചെയ്തു, നിൻ്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. അവനുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. അവന് ശേഷം അവൻ്റെ സന്തതിക്കും വേണ്ടിയുള്ള ശാശ്വത ഉടമ്പടി. ഇസ്മായിലിന് വേണ്ടിയും ഞാൻ നിന്നെ ശ്രവിച്ചിരിക്കുന്നു. ഇതാ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. അവൻ അത്യധികം പെരുകി വർദ്ധിക്കാൻ ഞാൻ ഇടയാക്കും. അവൻ 12 പ്രഭുക്കന്മാർക്ക് ജന്മമേകും. അവനെ ഞാൻ വലിയൊരു ജനതയാക്കി സ്ഥാപിക്കും. എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് സാറ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന ഇസഹാക്കുമായാണ് എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തുന്നത്. ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് അവനെ വിട്ട് ആരോഹണം ചെയ്തു. ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടതുപോലെ മകൻ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരെയും താൻ വില കൊടുത്ത് വാങ്ങിയവരെയും തൻ്റെ ഭവനത്തിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ടുവന്ന് അവൻ ആ ദിവസം തന്നെ അവരുടെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്തു. അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് 99 വയസ്സായിരുന്നു. അവൻ്റെ പുത്രൻ ഇസ്മായേലിന് അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ 13 വയസ്സായിരുന്നു. ഒരേ ദിവസമാണ് അബ്രാഹവും മകൻ ഇസ്മായേലും പരിച്ഛേദനം ചെയ്യപ്പെട്ടത്. അവൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം.
വിളിച്ചു നോക്കൂ, നിനക്കൊരു മറുപടിക്കാരനുണ്ടോ? വിശുദ്ധരിൽ ആരിലേക്കാണ് നീ തിരിയുന്നത്? ക്രോധാവേശം ഭോഷനെ കൊല്ലുക തന്നെ ചെയ്യും. ശുദ്ധനെ അസൂയ നിഹനിക്കും. ഭോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു. തൽക്ഷണം അവൻ്റെ വസതിയെ ഞാൻ ശപിച്ചു. അവൻ്റെ മക്കൾ സുരക്ഷയിൽ നിന്ന് അകലെയാണ്. കവാടത്തിങ്കൽ വെച്ച് അവർ തകർക്കപ്പെടും. മോചകനായി ആരുമില്ല. അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നും. മുള്ളുകളിൽ നിന്ന് പോലും അവൻ അത് ശേഖരിക്കും. കെണി അവരുടെ ശക്തി കെടുത്തും. എന്തെന്നാൽ പൊടിയിൽ നിന്ന് അനർത്ഥങ്ങൾ പുറപ്പെടുന്നില്ല, നിലത്തുനിന്ന് കഷ്ടത മുളയ്ക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു. അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്കാണ് ഉയരുന്നതും. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. എൻ്റെ കാര്യം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും എണ്ണമറ്റ വിധം അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. ഭൂമുഖത്ത് മഴ നൽകുന്നവൻ മൈതാനമുഖത്ത് വെള്ളമൊഴുക്കുന്നു. അവിടുന്ന് താണവരെ ഉന്നതത്തിൽ സ്ഥാപിക്കുന്നു. വിലപിക്കുന്നവർ രക്ഷയിൽ ഉന്നതരാകുന്നു. അവിടുന്ന് സൂത്രശാലികളുടെ ഉപായങ്ങൾ വിഫലമാക്കുന്നു. അവരുടെ കൈകൾ വിജയമുളവാക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനികളെ അവരുടെ തന്നെ ഉപായങ്ങളിൽ കുടുക്കുന്നു. വക്രബുദ്ധികളുടെ ഉപദേശം തിടുക്കത്തിലുള്ളതാണ്. പകൽ സമയം അവർ ഇരുട്ടിനെ തേടുന്നു. രാത്രിയിലെന്ന പോലെ അവർ മധ്യാഹ്നത്തിൽ തപ്പിത്തടയുന്നു. അവിടുന്ന് അവരുടെ വായിൽ നിന്നുള്ള വാളിൽ നിന്നും ശക്തിമാൻ്റെ കയ്യിൽ നിന്നും ദരിദ്രനെ രക്ഷിക്കുന്നു. നിസാരന് പ്രത്യാശയുണ്ടാകുന്നു. അപ്പോൾ അന്യായം സ്വന്തം വായടയ്ക്കുന്നു. നോക്കൂ, ദൈവം ശാസിക്കുന്ന മർത്യൻ ഭാഗ്യവാൻ. അതിനാൽ സർവശക്തൻ്റെ ശിക്ഷണം നീ നിരസിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കുകയും വെച്ചുകെട്ടുകയും ചെയ്യും. അവിടുന്ന് പ്രഹരിക്കും. അവിടുത്തെ കൈ സുഖപ്പെടുത്തും. 6 കഷ്ടതകളിൽ അവിടുന്ന് നിനക്ക് മോചനമേകും. 7-ാമത്തേതിൽ തിന്മ നിന്നെ ബാധിക്കുകയില്ല. ക്ഷാമത്തിൽ മരണത്തിൽ നിന്ന് നിന്നെ അവിടുന്ന് വീണ്ടെടുക്കും. യുദ്ധത്തിൽ വാളിൻ്റെ കരുത്തിൽ നിന്നും നാവിൻ്റെ ചമ്മട്ടിപ്രയോഗത്തിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. അതിക്രമം വരുമ്പോൾ നീ അതിനെ ഭയപ്പെടുകയില്ല. അതിക്രമത്തെയും വിശപ്പിനെയും നീ പരിഹസിക്കും. ഭൂമിയിലെ മൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. പറമ്പിലെ കല്ലുകളോട് പോലും നിനക്ക് സഖ്യമുണ്ടാകും. കരയിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങും. നിന്റെ കൂടാരം ശാന്തമാണെന്ന് നീ അറിയും. നിന്റെ ആല സന്ദർശിക്കുമ്പോൾ നീ നഷ്ടസ്ഥിതിയിലല്ലെന്നും നിന്റെ സന്തതി ഏറെയാണെന്ന് നീ അറിയും. നിന്റെ പിൻഗാമികൾ ഭൂമിയിലെ പുല്ലുപോലെയും. ധാന്യക്കറ്റ യഥാകാലം ഉയരുന്നതുപോലെ ഉന്മേഷത്തോടെ നീ ശവകുടീരത്തിലേക്ക് പോകും. നോക്കൂ, ഇതാണ് ഞങ്ങൾ പരിശോധിച്ചറിഞ്ഞത്. അത് അങ്ങനെ തന്നെ. നീ ഇത് കേട്ട് നിന്റെ പ്രയോജനത്തിനായി ഗ്രഹിച്ചുകൊള്ളുക. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ജോബിൻ്റെ 1-ാം മറുപടി പ്രഭാഷണം. ജോബ് മറുപടിയായി പറഞ്ഞു, ഹാ, എൻ്റെ കഷ്ടത ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥം അപ്പാടെ തുലാസിൽ വച്ചിരുന്നെങ്കിൽ, അപ്പോൾ അത് കടൽ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും തീർച്ച. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ഭോഷത്വമായി പോയത്. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ദേഹി അവയുടെ വിഷം പാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. പുല്ലിനു മുമ്പിൽ കാട്ടുകഴുത കരയുമോ? തൻ്റെ തീറ്റയുടെ മുമ്പിൽ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പു ചേർക്കാതെ തിന്നാനാകുമോ? മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ? എൻ്റെ തൊണ്ട തൊടാൻ ഇഷ്ടപ്പെടാത്തതാണവ. അവ എനിക്ക് ജീർണഭക്ഷണം പോലെയാണ്. എൻ്റെ അഭ്യർത്ഥന ഫലമണിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം നൽകിയിരുന്നെങ്കിൽ, ദൈവം മനസ്സായി എന്നെ തകർക്കട്ടെ. അവിടുന്ന് കരം നീട്ടി എന്നെ വിച്ഛേദിക്കട്ടെ. അത് ഇനിയും എൻ്റെ ആശ്വാസമാകുമായിരുന്നു. ദയ കാണിക്കാത്ത വേദനയിലും ഞാൻ ആഹ്ലാദിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചസ്സുകൾ ഞാൻ തിരസ്കരിച്ചിട്ടില്ലല്ലോ. കാത്തിരിക്കാൻ എനിക്ക് എന്ത് ശക്തിയാണുള്ളത്? എൻ്റെ ജീവനെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് എന്ത് ലക്ഷ്യമാണുള്ളത്? എൻ്റെ കരുത്ത് കല്ലുകളുടെ കരുത്താണോ? എൻ്റെ മാംസം പിച്ചളയാണോ? ഇല്ലായ്മ തന്നെയല്ലേ എനിക്കുള്ള എൻ്റെ സഹായം? വിജയം എന്നിൽ നിന്ന് ബഹിഷ്കൃതമായില്ലേ? മനമിടിഞ്ഞവൻ സർവശക്തനോടുള്ള ഭയം ഉപേക്ഷിച്ചാലും അവന് തൻ്റെ സ്നേഹിതനിൽ നിന്നാണ് കരുണ.
വെള്ളപ്പാച്ചിൽ പോലെ എൻ്റെ സഹോദരന്മാർ ചതിച്ചു. വെള്ളപ്പാച്ചിലുകളുടെ ചാൽ പോലെ അവർ കടന്നുപോകും. അവ മഞ്ഞുകട്ട കൊണ്ട് ഇരുണ്ടതാണ്. അവയിൽ ഹിമം മറഞ്ഞു പോകും. വേനൽക്കാലത്ത് അവ അപ്രത്യക്ഷമാകുന്നു. ചൂടേറുമ്പോൾ അവയുടെ സ്ഥാനത്ത് നിന്ന് അവ ഇല്ലാതാകുന്നു. കച്ചവട സംഘങ്ങൾ തങ്ങളുടെ മാർഗം വിട്ടകലുന്നു. മരുഭൂമിയിൽ കടന്നു ചെന്ന് അവർ നശിക്കുന്നു. തേമായുടെ കച്ചവട സംഘങ്ങൾ അവ തേടി നടക്കുന്നു. ഷെബായുടെ യാത്രാസംഘങ്ങൾ അവ പ്രത്യാശിച്ചതുകൊണ്ട് അവർ ലജ്ജിതരായി. അവർ അവിടെ വരെ എത്തി നാണം കെട്ടു. നിങ്ങൾ ഇപ്പോൾ ഒന്നും തന്നെയല്ല എന്നായിരിക്കുന്നു. വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടോ, നിങ്ങൾ എനിക്ക് തരുവിൻ എന്നും നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്കായി കോഴ കൊടുക്കുവിനെന്നും എതിരാളിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവിനെന്നും മർദ്ദകരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവിനെന്നുമൊക്കെ നിങ്ങൾ എന്നെ ഉപദേശിച്ചു കൊള്ളുവിൻ. ഞാൻ നിശബ്ദനായിരിക്കാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവിൻ. ഋജുവായ വാക്കുകൾ എത്രയോ ശക്തം. നിങ്ങളിൽ നിന്നുള്ള ശകാരമാകട്ടെ എന്തു തിരുത്താനാണ്? നിങ്ങൾ കരുതുന്നത് ശകാരിക്കാനാണോ വാക്കുകളെന്നാണോ? ഹതഭാഗ്യൻ്റെ വാക്കുകൾ കാറ്റാണെന്നാണോ? അനാഥനു മേൽ പോലും നിങ്ങൾ കുറിയിടുന്നു. സ്വന്തം സ്നേഹിതന് മേൽ നിങ്ങൾ വിലപേശുന്നു. എന്നാൽ ഇപ്പോൾ ദയയുണ്ടായി എൻ്റെ നേർക്ക് തിരിവിൻ. നിങ്ങളുടെ സമക്ഷം ഞാൻ കള്ളം പറയുകയില്ല. ദയവായി മനസ്സു മാറ്റുവിൻ. തിന്മ ഉണ്ടാകാതിരിക്കട്ടെ. മനസ്സു മാറ്റുവിൻ. ഇനിയും അതിലാണെൻ്റെ നീതി. എൻ്റെ നാവിൽ തിന്മയുണ്ടോ? എൻ്റെ അണ്ണാക്ക് വിപത്തുകൾ മനസ്സിലാക്കാതിരിക്കുമോ? സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനമഹിതിയുടെ ആഹ്വാനം. ജ്ഞാനം തെരുവിൽ വിളിച്ചറിയിക്കുന്നു. ചത്തുരങ്ങളിൽ അവൾ തൻ്റെ സ്വരം പ്രദാനം ചെയ്യുന്നു. അലറുന്നവരുടെ അഗ്രസ്ഥാനത്ത് അവൾ പ്രഖ്യാപിക്കുന്നു. നഗരത്തിൻ്റെ തുറന്ന കവാടങ്ങളിൽ അവൾ തൻ്റെ വാക്കുകൾ പറയുന്നു. സരളരെ, നിങ്ങൾ എത്രനാൾ സരളത ഇഷ്ടപ്പെടും? എത്രനാൾ പരിഹാസകർ തങ്ങളുടെ തന്നെ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷർ അറിവിനെ വെറുക്കുകയും ചെയ്യും? എൻ്റെ ശാസനയ്ക്കായി നിങ്ങൾ തിരിച്ചു വരണം. ഇതാ എൻ്റെ ചൈതന്യം ഞാൻ നിങ്ങൾക്ക് പകരാം. എൻ്റെ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ നിരാകരിച്ചു. ഞാൻ കൈനീട്ടിയിട്ടും ഗവനിക്കുന്നവനാരുമില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിച്ചു. എൻ്റെ ശാസന അനുസരിച്ചുമില്ല. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും. നിങ്ങൾക്ക് പരിഭ്രാന്തി വരുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ പരിഭ്രാന്തി വരുമ്പോൾ, ചുഴലിക്കാറ്റുപോലെ നിങ്ങളുടെ അനർത്ഥം വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരമരുളുകയില്ല. അവർ എന്നെ തേടിത്തുടങ്ങും, എന്നാൽ കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുക്കുകയും കർത്തൃഭയം ഇഷ്ടപ്പെടാതെ എൻ്റെ ഉപദേശത്തിന് വഴങ്ങാതെ എൻ്റെ ശാസനയെല്ലാം അവഗണിക്കുകയും ചെയ്തതിനാൽ അവർ സ്വന്തം സരണിയുടെ ഫലം ഭക്ഷിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ നിന്ന് മടുപ്പനുഭവിക്കും. എന്തെന്നാൽ സരളരുടെ പിന്തിരിയലാണ് അവരെ കൊല്ലുന്നത്. ഭോഷരുടെ അലംഭാവം അവരെ തന്നെ നശിപ്പിക്കും. എന്നാൽ എന്നെ ശ്രവിക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും. അവൻ വിനാശഭീതിയിൽ നിന്ന് സ്വസ്ഥനായിരിക്കും.